महाराज की जय। गुरु श्रील प्रभुपाद महाराज की जय। जय गौर प्रेमानंद। हरि हरि बोल। ओम अज्ञानातिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वापदान्तिकं। वन्देऽहं श्रीगुरोः श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथनमितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादां सहगणललिता श्रीविशाखान्वितांश्च नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। അനുഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഈ ഹരിനാമം ഇപ്പോഴും നമ്മൾ ചെയ്തതില്ലേ, ഹരിനാമ സങ്കീർത്തനം ഒരു സാധാരണമായിട്ട് ഒരു മന്ത്രമല്ല, ഒരു സാധാരണമായിട്ട് ഒരു കാര്യവുമല്ല. ഇത് നമ്മൾ ചേർന്ന് ചെയ്തെങ്കിൽ അതിന് ഇനി കൂടുതൽ ശക്തിയും പവറും ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുന്നത് നമുക്കും നല്ലതാണ്, ഈ ലോകത്തിന് നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇത് ഭഗവാനുടെ പ്രഭുപാദ പറഞ്ഞു, കൃഷ്ണ ഈസ് ഗിവൻ എ സ്പെഷ്യൽ ഗിഫ്റ്റ് ടു എവറിബഡി. എനേച്ചി ഔഷധി മായാ നാശി ബരോ ലാഗി ഹരി നാമ മഹാമന്ത്ര ലാവോ തുമി മാഗി. ഭക്തി വിനോദ് ഠാക്കൂർ ഈ ഒരു ചെറിയ കവിതയിൽ പാട്ടിൽ പറയുന്ന, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു, ഒരു മെഡിസിൻ, ഒരു ഔഷധം. എനേച്ചി ഔഷധി മായ, ഈ മായാ ലോകത്തിൽ നിന്ന് നിനക്ക് മുക്തി വിമോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ മെഡിസിൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഹരിനാമ മഹാമന്ത്ര ലാവോ തുമി മാഗി. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഹരിനാമം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇത് നീ സ്വീകരിച്ച, ഇത് സിൻസിയറായിട്ട് നിങ്ങൾ പറഞ്ഞ കീർത്തനിലെയും ജപത്തിലെയും, പിന്നെ നിനക്ക് സഫലം, ജീവിതം സഫലമാവും എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് കട്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗം. അപ്പോൾ ഈ മാർഗം എടുത്തുകൊണ്ട് വന്നിട്ട് ചൈതന്യ മഹാപ്രഭു എല്ലാ സ്ഥലത്തിലും വന്നു. ദക്ഷിണ ഭാരതത്തിലെ യാത്ര ചെയ്തു. ചൈതന്യ മഹാപ്രഭു 48 വർഷങ്ങളെ അദ്ദേഹത്തിൻ്റെ ലീലകൾ ഇവിടെ കാണിച്ചു ഈ ഭൗതിക ലോകത്തിൽ. അതിന് 24 പ്രഭുപാദ് പറഞ്ഞു കൊടുത്തു. സോ ഇത് സാധാരണമായിട്ടുള്ള ഒരു അവതാരം, ഭാവം, ഒരു ഇവൻറ്റ് അല്ല. ഭഗവാൻ ഈ ഭാവം എക്സ്റ്റാറ്റിക് മൂഡ് എന്ന് പറഞ്ഞു പ്രഭുപാദ് ഇംഗ്ലീഷിൽ.
ആനന്ദമായിട്ടുള്ള ഒരു ഭാവമാണ് എക്സ്റ്റസി. പ്രേമം, കൃഷ്ണപ്രേമത്തിൻ്റെ ആനന്ദമായിട്ടുള്ള ഒരു ഭാവം അല്ലെ. ഭഗവാൻ വന്നിട്ട് ഈ ഭക്തിഭാവത്തെ അനുഭവിക്കുന്നുണ്ട്. ആ സമയത്തിലെ ഭഗവാന്റെ ഹൃദയത്തിൽ വലിയ ഒരു കാരുണ്യം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ബദ്ധജീവന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വലിയ കാരുണ്യവാൻ ആയി. മഹാവദന്യായ കൃഷ്ണപ്രേമ പ്രദായത്തെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗൗരദ്വിഷേ നമഃ എന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭു ആയി. ഈ കൃഷ്ണപ്രേമം, ഉന്നത ഉജ്ജ്വല രസം, മാധുര്യ രസം, ഉത്തമമായിട്ടുള്ള ആ രസത്തിൽ അനുഭവിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ഭഗവാൻ തന്നെ എല്ലാവർക്കും കൊടുക്കുന്ന അതാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ഭഗവാന്റെ ഭാവം അതികാരുണ്യമായിട്ടുള്ള ഒരു ഭാവമാണ്. ചിരാത് ആദത്തം നിജഗുപ്ത വിത്തം സപ്രേംന നാമാമൃതം അതി ഉദാര. സ്വപ്രേംന നാമാമൃതം, ഭഗവാനുക്ക് തന്നെ ഉണ്ടാകുന്ന പ്രേമം, ഭക്തിഭാവം, ഒരു ഭക്തനുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഭക്തിഭാവം ഭഗവാൻ ഹരിനാമം വഴിയായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. സ്വപ്രേംന നാമ അമൃതം, ഈ നാമത്ത് വഴിയായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഹരിനാമം ചൊല്ലുന്ന ആൾക്കാർക്ക് ഇത് അനുഭവിക്കാൻ പറ്റും ക്രമേണ. ആദോ ശ്രദ്ധ തഥ സാധു സംഘ അത ഭജനക്രിയ. ആദ്യം കുറച്ച് ശ്രദ്ധയായിട്ട് അത് നമ്മൾ കേൾക്കുന്നതും എനിക്കും അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭക്തസംഘത്തിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്, ഇതെല്ലാം പതുക്കെ പതുക്കെ ക്രമേണ ഭക്തിഭാവം Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Hare Ram, Ram